കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അയ്യേ, എന്ത് മറ്റടുത്ത ചോദ്യമാണ് ഈ ചോദിക്കണേ. ലേശം മുളിപ്പ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. മറ്റാൾ വീണ്ടും വന്നിക്കണു ഇമാതിരി കോണത്തിലെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ. അല്ല, ഞാനതല്ല ആലോചിക്കണേ, ഏത് ഈ അവതാരിക? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് അവതാരികയല്ല, ഇതേതോ കാട്ടാവരാതിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാണി, ഇമാതിരി കോണത്തിലെ ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിക്കുമോ? അതും ഡയറക്റ്റ് മുന്നിലിരുത്തിയിട്ടേ മുഖത്ത് നോക്കിയിട്ടേ, എന്നിട്ട് അതും കേട്ടിട്ട് ഇരുന്ന് ചിരിക്കാണ്. അടിപൊളി. ഈ രേണുവിൻ്റെ സ്ഥാനത്തെ വേറെ ഏതെങ്കിലും സ്ത്രീകളാണെങ്കിലേ ഓൺ ദ സ്പോട്ടിൽ 2 പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയണില്ല എങ്ങനെ ഇതൊക്കെ കേട്ടിട്ടേ ഇങ്ങനെ ചിരിച്ചു തള്ളാനെന്ന്. അടിയിലും വന്നിട്ടുണ്ടാവും കുറെ പോസിറ്റീവ് കമന്റ്സ്. ചേച്ചി അതും കൂടെ ആലോചിക്കണം. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, എനിക്കറിയാൻ പാടില്ല ഇവർക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. അവന്റെ വീട്ടിലെ കാര്യമായിരിക്കും അവൻ പറഞ്ഞത്. അതിപ്പോ മനസ്സിലായി. ഇതിപ്പോ ആരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇമാതിരി വർത്താനം ഇവിടെ പറഞ്ഞതെന്ന്. നിങ്ങളൊക്കെ റീച്ചിന് വേണ്ടിയിട്ടേ ആ ചെക്കൻ എന്തിനാ വെറുതെ ദിക്ക് വലിച്ചേക്കണേ? ആ ചെക്കനെ അതിന്റെ പാട് നോക്കിയിട്ടേ അതൊരു ഭാഗത്ത് കൂടെ അങ്ങനെ ജീവിച്ചു പോവാണ്. വെറുതെ അതിനധിക്ക് വലിച്ചോടുന്ന് നാറ്റിച്ചാനേ നാണുണ്ടോ ഈ അവരാധികൾക്ക്? ഞാൻ ഈ രേണുവിൻ്റെ വീഡിയോ ചെയ്തിട്ടേ കുറേ കാലമായി. കാരണം എന്താണെന്നുള്ളതേ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. രേണുവിന് വയ്യാത്തതും ഇങ്ങനെ ഒരു രോഗാവസ്ഥ കൂടെ കടന്നു പോകുകയാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണേ രേണു ഇപ്പം ഈ കാണിച്ചതേ പരമ ബോറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ആ കിച്ചുവിനെ താറടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ രോഗാവസ്ഥനെ കുറിച്ചിട്ടോ അതിൻ്റെ വേദന എന്താണെന്നുള്ളത് അറിയിക്കാനോ ഒന്നുമല്ല. അതൊക്കെ ദൈനംദിനം എൻ്റെ റീൽസിലൂടെ തന്നെ ഇജ്ജ് കാണിച്ചു തന്നിക്കണു. പണ്ട് പഴമക്കാർ പറയും നായിൻ്റെ വാല് 12 കൊല്ലം കുഴലിട്ടാലും നീരൂലാന്ന്. അതേപോലെ ഇപ്പം അവസ്ഥ. അല്ലെങ്കിൽ ഇത് അതൊന്നും കണ്ടോക്കി. രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവൻ എന്ത് പറയാം? രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുധി നികിഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ. അതെ, അതേപോലെയല്ലേ നടന്നിന്ന്. എന്തൊക്കെ ഗോഷ്ഠികളെ കാട്ടിന്ന് ഒക്കെ മറന്നോ? ആ ലൈവിലൊക്കെ കാണിച്ചു കൂട്ടിന്നതേ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മളെന്തൊക്കെ കാണിച്ചു കൂട്ടണു അതിനനുസരിച്ചിട്ടുണ്ടാവും ജനങ്ങൾ നമ്മളെ വിലയിരുത്തുന്നത്. കിച്ചു എവിടെയും വന്നിട്ടേ ഇന്നേവരെ ഒരു കോപ്രായ കളിയും കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഓനെ ഇഷ്ടം. അല്ലാതെ ഇജ്ജ് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്ക് ജനങ്ങൾ വിമർശിക്കും. അതിന് ഓല മണ്ടക്കിട്ടിട്ട് ഒരു കാര്യമല്ല. ഇജ്ജ് ഇങ്ങനെ പറയണ്ടല്ലോ ഓനെ സപ്പോർട്ട് ചെയ്യാന്ന്. അനക്കിങ്ങനെ ഒരു രോഗാവസ്ഥ വന്നു എന്ന് അറിഞ്ഞതിന് ശേഷമേ ഒരുപാട് ആൾക്കാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് അടിച്ചിരുന്ന ആൾക്കാരൊക്കെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചിരുന്നത്. അല്ലാതെ തന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നൊന്നും ഇജ്ജ് പറയണ്ട. പക്ഷെ ഇജ്ജ് കാണിച്ചിരുന്നൊക്കെ എന്താന്നേ ഒന്ന് ആലോചിക്കണത് നല്ലതാ. എന്നിട്ടിപ്പോൾ ആ രോഗാവസ്ഥയിൽ നിന്നൊന്നും റിക്കവറായി വന്നിട്ടില്ല. ഇതാ ഇപ്പോൾ വീണ്ടും തുടങ്ങി. ഇതൊന്നും കണ്ടോക്കാണി. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല, പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇതാ കിടക്കണു. മൗനം പാലിക്കണ്ടോടത്തും മൗനം പാലിക്കണം രേണു. ഇപ്പൊ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ ആരെങ്കിലും എൻ്റെ നെഞ്ഞത്ത് കയറാൻ വന്നോ? വരൂല്ല. പക്ഷെ ഇജ്ജെന്താ കാണിക്കണേ? ഇമാതിരി ഇന്റർവ്യൂവിന് വന്നിട്ടേ ആ ചെറുക്കനെ വെറുതെ വലിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. ഇജ്ജിപ്പോൾ ഓൻ്റെ അടുത്തൊരു കുറ്റം കണ്ടുപിടിച്ചാൽ എന്താണെന്നറിയോ? ഓൻ എന്നെ കാണാൻ വന്നില്ലാന്ന്. അതല്ലേ ഇജ്ജ് പറയണേ? അല്ല, ഇജ്ജെന്നെ എൻ്റെ മനസാക്ഷിനോടൊന്ന് ചോദിച്ചോക്ക്. ഒരമ്മ കാണിച്ചു കൂട്ടണ്ടാണ് ഇജ്ജ് കാണിച്ചു കൂട്ടിന്ന്. ഒന്നിനാത്രം പോകുന്ന ഒരു മക്കൾക്കേ അമ്മ ഇമാതിരി കേളിയും കാണിച്ച് നടക്കുമ്പോഴേ മാനസികപരമായിട്ടേ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പിന്നെ കുറേ എണ്ണേ ആ ചെക്കൻ്റെ പിന്നാലെ നടക്കായിരുന്നു ക്യാമറയും തൂക്കിയിട്ട്. അമ്മൻ്റെ ലൈവ് കണ്ടോ? അമ്മൻ്റെ ലൈവിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? ഇതൊക്കെ കേൾക്കുമ്പോഴേ ആ ചെക്കൻ്റെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവും? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഓൻ്റെയൊക്കെ തൊല്ലി ഉരിഞ്ഞു പോയിട്ടുണ്ടാവും. കാണിച്ചു കൂട്ടി നടന്നൊക്കെ ഇജ്ജ്. എന്നിട്ട് ആ ചെറുക്കൻ്റെ മണ്ടൊക്കെ കുറ്റിട്ടിട്ട് എന്താ കാര്യം? ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്നാ അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ആരും പൊക്കി പിടിക്കൂല. ആ ചെക്കനെ ചെറിയ ചെറിയ ചലഞ്ചിങ് വീഡിയോകളും പിന്നെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ടേ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അതിൽ നിന്നൊക്കെ ചെറിയൊരു വരുമാനവും ഉണ്ടാക്കുന്നുണ്ട്. അതിനൊന്നും കുരുപൊട്ടിയിട്ടേ ഒരു കാര്യമല്ല. ഇജ്ജും ഉണ്ടാക്കിയെന്നല്ലോ, എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയെന്ന്. പക്ഷെ രണ്ടിനും ആനൻ്റെയും ചേനൻ്റെയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഓനെ സപ്പോർട്ട് ചെയ്തിക്കണു. അതിന് ഇമാതിരി ഇന്റർവ്യൂലൊക്കെ വന്നിട്ടേ വെറുതെ ഇജ്ജ് താഴ്ത്തിക്ക് പോകുക എന്നല്ലാതെ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. 11 വയസ്സിൽ തള്ള പോലും സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? കണ്ടില്ലേ സ്വന്തം ഭർത്താവിനെയും മക്കളൊക്കെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യണമെന്ന്? വളരെയധികം ധാർഷ്ട്യത്തോടെ. എന്തിനാ രേണു? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ സുധിച്ചേട്ട എല്ലാവരെയും വിട്ടുപോയി. ആ ചെക്കനെങ്കിലും എങ്ങനെയും ജീവിച്ചോട്ടെ എന്ന്. വെറുതെ അതിനധിക്ക് വലിച്ചിട്ടിട്ടേ എന്തിനാ അങ്ങനെ അസഭ്യമൊക്കെ കേൾപ്പിക്കണേ? സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇജ്ജിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇങ്ങനത്തെ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടേ ദൈനംദിനം ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുകയാണ് വേണ്ടത്.
അല്ലാതെ ഇങ്ങനെ ഓരോരോ ഇൻ്റർവ്യൂവിന് വന്നിട്ടേ വെറുതെ വിടുവായ്ത്തരങ്ങൾ പറഞ്ഞിട്ടേ ഇനി എന്തിനാ ജനങ്ങളെ നിന്ന് ഓരോന്ന് കേൾക്കാൻ നിൽക്കണേ? എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അസുഖമൊക്കെ മാറിയിട്ടേ ഇനിയെങ്കിലും നല്ല ബുദ്ധി തരാനേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ? വീണ്ടും തുടങ്ങിയിക്കാണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.